ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ബിന്ദു. പ്രധാന വാർത്തകൾ. ശീതകാല സമ്മേളനത്തിന്റെ 4ാം ദിവസം നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി പാർലമെന്റിന്റെ ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. സെൻട്രൽ എക്സൈസ് ഭേദഗതി ബിൽ പാർലമെന്റ് പാസാക്കി. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ 2 ദിവസത്തെ സന്ദർശനത്തിനായി അല്പസമയത്തിനകം ഇന്ത്യയിലെത്തും. തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള പ്രചാരണം സംസ്ഥാനത്ത് ഊർജിതമായി പുരോഗമിക്കുന്നു. പോളിംഗ് സാധനങ്ങളുടെ വിതരണം വോട്ടെടുപ്പിന്റെ തലേദിവസം രാവിലെ 9-ന് ആരംഭിക്കുമെന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ MLAയുടെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളി തിരുവനന്തപുരം ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് കോടതി. രാഹുലിനെ കോൺഗ്രസ് പുറത്താക്കി. കാർത്തിക ദീപപ്രഭയിൽ ശബരിമല സന്നിധാനം. സയ്യിദ് മുഷ്താഖ് അലി 2020 ടൂർണമെന്റിൽ മുംബൈക്കെതിരെ കേരളത്തിന് വിജയം. വാർത്തകൾ വിശദമായി. ശീതകാല സമ്മേളനത്തിന്റെ 4ാം ദിവസത്തെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി പാർലമെന്റിന്റെ ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. സെൻട്രൽ എക്സൈസ് ഭേദഗതി ബിൽ പാർലമെന്റ് പാസാക്കി. ലോക്സഭ ഇന്നലെ പാസാക്കിയ ബില്ലിന് രാജ്യസഭയും ഇന്ന് അംഗീകാരം നൽകുകയായിരുന്നു. സിഗരറ്റ്, ഹുക്ക, പുകയില തുടങ്ങി വിവിധ പുകയില ഉൽപ്പന്നങ്ങളുടെ എക്സൈസ് തീരുവയും സെസ്സും വർദ്ധിപ്പിക്കാൻ ബിൽ വ്യവസ്ഥ ചെയ്യുന്നു. പുകയിലയുടെ ദോഷഫലങ്ങളിൽ നിന്ന് ജനങ്ങളെ സംരക്ഷിക്കുകയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. പാൻ മസാല പോലെ ആരോഗ്യത്തിന് ഹാനികരമായ വസ്തുക്കൾക്ക് മേൽ സെസ് ഏർപ്പെടുത്തുന്ന ആരോഗ്യ സുരക്ഷ, ദേശീയ സുരക്ഷ സെസ് ബിൽ 2025 കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ ഇന്ന് ലോക്സഭയിൽ അവതരിപ്പിച്ചു. ഇത്തരം ഉൽപ്പന്നങ്ങളുടെ ഉപയോഗം നിരുത്സാഹപ്പെടുത്തുക, ആരോഗ്യത്തിനും ദേശീയ സുരക്ഷയ്ക്കുമുള്ള ധനസഹായം ഇതിലൂടെ വർദ്ധിപ്പിക്കുക തുടങ്ങിയവയാണ് നിയമനിർമ്മാണത്തിലൂടെ ലക്ഷ്യമിടുന്നത്. അവശ്യ വസ്തുക്കൾക്കുമേൽ സെസ് ചുമത്തില്ലെന്നും അപകട സാധ്യതയുള്ള ഉൽപ്പന്നങ്ങൾക്ക് മാത്രമാണ് ഇത് ബാധകമെന്നും ധനമന്ത്രി വ്യക്തമാക്കി. The purpose of this bill, madam, is to create a dedicated, predictable source of resource for 2 domains of national importance. One is the health security. Given the significant health burden that arise out of consumption of demerit goods like pan masala, and the second domain pertains to national security. 40% GSTക്ക് പുറമെയാണ് പാൻ മസാല ഉൽപ്പാദനത്തിന് ആരോഗ്യ ദേശീയ സുരക്ഷാ സെസ് ഈടാക്കുന്നത്. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ 2 ദിവസത്തെ സന്ദർശനത്തിനായി അല്പസമയത്തിനകം ഇന്ത്യയിലെത്തും. 23ാമത് ഇന്ത്യ റഷ്യ വാർഷിക ഉച്ചകോടിയിൽ അദ്ദേഹം പങ്കെടുക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി പുടിൻ നാളെ കൂടിക്കാഴ്ച നടത്തും. അന്താരാഷ്ട്ര പ്രാദേശിക തലത്തിലെ വിവിധ വിഷയങ്ങളെക്കുറിച്ച് ഇരു നേതാക്കളും ചർച്ച ചെയ്യും. നിരവധി കരാറുകളിലും ഇരു രാജ്യങ്ങളും ഒപ്പുവയ്ക്കും. റഷ്യൻ പ്രസിഡന്റിനോടുള്ള ആദരാർത്ഥം രാഷ്ട്രപതി ദ്രൗപദി മുർമു ഒരുക്കുന്ന പ്രത്യേക വിരുന്നിലും പുടിൻ പങ്കെടുക്കും. ഇരു രാജ്യങ്ങൾക്കുമിടയിലെ വർദ്ധിച്ചുവരുന്ന ഉഭയകക്ഷി ബന്ധത്തിൽ പശ്ചാത്തലത്തിൽ റഷ്യൻ പ്രസിഡന്റിന്റെ ഇന്ത്യ സന്ദർശനത്തിന് ഏറെ പ്രാധാന്യമാണുള്ളത്. തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള പ്രചാരണം സംസ്ഥാനത്ത് ഊർജിതമായി പുരോഗമിക്കുന്നു. ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ഉൾപ്പെടെയുള്ള പോളിംഗ് സാധനങ്ങളുടെ വിതരണം വോട്ടെടുപ്പിന്റെ തലേദിവസം രാവിലെ 9-ന് ആരംഭിക്കുമെന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു. പോളിംഗ് ഉദ്യോഗസ്ഥർ അതത് വിതരണ കേന്ദ്രത്തിൽ യഥാസമയം എത്തിച്ചേർന്ന് പോളിംഗ് സാമഗ്രികൾ കൈപ്പറ്റിയതിനു ശേഷം ഏർപ്പെടുത്തിയിട്ടുള്ള വാഹനങ്ങളിൽ പോളിംഗ് സ്റ്റേഷനുകളിൽ എത്തിച്ചേരേണ്ടതാണ്. പഞ്ചായത്തുകളിൽ ബ്ലോക്ക് തലത്തിലും മുനിസിപ്പാലിറ്റി കോർപ്പറേഷനുകളിൽ അതത് സ്ഥാപനത്തിലുമാണ് വിതരണ കേന്ദ്രങ്ങൾ സജ്ജമാക്കിയിട്ടുള്ളത്. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായുള്ള പരസ്യ പ്രചാരണങ്ങളിൽ ശബ്ദ നിയന്ത്രണം കർശനമായി പാലിക്കണമെന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. അനുവദനീയമായ സമയപരിധിക്ക് മുൻപോ ശേഷമോ ഉള്ള അനൗൺസ്മെന്റുകൾ വിലക്കിയിട്ടുണ്ട്. ആശുപത്രി, വിദ്യാലയ പരിസരങ്ങൾ ഉൾപ്പെടെ നിശബ്ദ സോണുകളായി പ്രഖ്യാപിച്ചിട്ടുള്ള മേഖലകളിൽ ശബ്ദപ്രചാരണം പൂർണ്ണമായും ഒഴിവാക്കണം. വിമതശല്യവും പടലപ്പിണക്കങ്ങളുമൊക്കെ നിറഞ്ഞു നിൽക്കുന്ന പാലക്കാട് ജില്ലയിലെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കാറ്റ് തങ്ങൾക്ക് അനുകൂലമാക്കാനുള്ള കൊണ്ടുപിടിച്ച പ്രചാരണത്തിലാണ് മുന്നണികൾ. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്. ജില്ലാ പഞ്ചായത്ത് അടക്കം ജില്ലയിലെ ബഹുഭൂരിപക്ഷം തദ്ദേശ സ്ഥാപനങ്ങളിലും ഭരണത്തിൽ ഉണ്ടായിരുന്നു എന്ന ആത്മവിശ്വാസത്തിലാണ് LDF തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. UDF ആകട്ടെ പാലക്കാട് പാർലമെന്റ് മണ്ഡലത്തിലെ ഉയർന്ന ഭൂരിപക്ഷത്തിലുള്ള വിജയവും പാലക്കാട് നിയമസഭാ മണ്ഡലത്തിലെ ഉപതെരഞ്ഞെടുപ്പിൽ സീറ്റ് നിലനിർത്തിയതും അനുകൂല ഘടകങ്ങളായി വിലയിരുത്തുന്നു. പാലക്കാട് നഗരസഭയിൽ 10 വർഷമായി തുടരുന്ന ഭരണവും ഭരണ നേട്ടങ്ങളും കേന്ദ്ര പദ്ധതികളും ഉയർത്തിക്കാട്ടിയാണ് NDA വോട്ടർമാരെ സമീപിക്കുന്നത്. ജില്ലാ പഞ്ചായത്തിന് പുറമെ 13 ബ്ലോക്ക് പഞ്ചായത്തുകൾ, 88 ഗ്രാമപഞ്ചായത്തുകൾ, 7 നഗരസഭകൾ എന്നിവിടങ്ങളിലേക്കാണ് ജില്ലയിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്.
തദ്ദേശ തെരഞ്ഞെടുപ്പ് ജോലിക്കായി നിയോഗിക്കുന്ന ഉദ്യോഗസ്ഥരുടെ നിയമന പ്രക്രിയയുമായി ബന്ധപ്പെട്ട ഫൈനൽ റാൻഡമൈസേഷൻ പൂർത്തിയായി. ഓരോ കാര്യാലയത്തിലെയും നോഡൽ ഓഫീസർമാർ നിയമന ഉത്തരവ് ഡൌൺലോഡ് ചെയ്ത് ജീവനക്കാർക്ക് നൽകി ആവശ്യമായ രേഖപ്പെടുത്തലുകൾ നടത്തണം. ആദ്യഘട്ട പരിശീലനത്തിൽ പങ്കെടുക്കുവാൻ കഴിയാതിരുന്ന തെരഞ്ഞെടുപ്പ് ജോലിക്കായി നിയോഗിക്കപ്പെട്ട പ്രിസൈഡിംഗ് ഓഫീസർ, ഫസ്റ്റ് പോളിംഗ് ഓഫീസർ എന്നിവർക്കുള്ള പരിശീലനം മറ്റന്നാൾ നടത്തും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ MLAയുടെ മുൻകൂർ ജാമ്യാപേക്ഷ തിരുവനന്തപുരം ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് കോടതി തള്ളി. രാഹുലിന്റെ ആവശ്യപ്രകാരം അടച്ചിട്ട മുറിയിലാണ് കോടതി വാദം കേട്ടത്. ജാമ്യാപേക്ഷ തള്ളിയതിനു പിന്നാലെ രാഹുൽ മാങ്കൂട്ടത്തിലിനെ കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കി. AICC അനുമതിയോടെയാണ് നടപടി. MLA സ്ഥാനം രാഹുൽ രാജിവെക്കുന്നതാണ് ഉചിതമെന്ന് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് മാധ്യമങ്ങളോട് പറഞ്ഞു. കോൺഗ്രസ് നേതൃത്വം ഏകകണ്ഠമായി എടുത്ത തീരുമാനമാണിതെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പ്രതികരിച്ചു. KC വേണുഗോപാൽ, അടൂർ പ്രകാശ്, K മുരളീധരൻ തുടങ്ങി കോൺഗ്രസിന്റെ മുൻനിര നേതാക്കൾ എല്ലാവരും തന്നെ പാർട്ടി തീരുമാനത്തെ പിന്തുണച്ച് രംഗത്തെത്തി. ബലാത്സംഗം, നിർബന്ധിത ഗർഭഛിദ്രം തുടങ്ങിയ കുറ്റകൃത്യങ്ങൾക്ക് കേസെടുത്തതിനു പിന്നാലെ കഴിഞ്ഞ 8 ദിവസമായി രാഹുൽ മാങ്കൂട്ടത്തിൽ ഒളിവിൽ തുടരുകയാണ്. തിരുവനന്തപുരം തോന്നയ്ക്കൽ GHSSലെ വിദ്യാർത്ഥികൾ സഞ്ചരിച്ച വിനോദയാത്രാ ബസ് പാലാ തൊടുപുഴ റൂട്ടിൽ അപകടത്തിൽപ്പെട്ട സംഭവം അതീവ ഗൌരവത്തോടെയാണ് കാണുന്നതെന്ന് മന്ത്രി V ശിവൻകുട്ടി. പരിക്കേറ്റവർക്ക് ആവശ്യമായ ചികിത്സ ഉറപ്പാക്കും. സ്കൂൾ ടൂർ സംബന്ധിച്ച് വിദ്യാഭ്യാസ വകുപ്പ് പുറപ്പെടുവിച്ചിട്ടുള്ള മാർഗനിർദ്ദേശങ്ങൾ പാലിക്കാത്ത സ്കൂൾ അധികൃതർക്കെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത നടപടിയുണ്ടാകും. വരും ദിവസങ്ങളിൽ പരിശോധനകൾ കർശനമാക്കാൻ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും മന്ത്രി തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. കാർത്തിക ദീപപ്രഭയിൽ ശബരിമല സന്നിധാനം. കർപ്പൂര ഗന്ധത്താലും ശരണമന്ത്രങ്ങളാലും മുഖരിതമായ അയ്യപ്പ സന്നിധിയിൽ വൻ ഭക്തജന തിരക്കാണ് അനുഭവപ്പെടുന്നത്. വിശദാംശങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി S ശ്രീധർ. വൃശ്ചിക മാസത്തിലെ തൃക്കാർത്തിക നാളായ ഇന്ന് വൈകിട്ട് ദീപാരാധനയ്ക്ക് മുൻപ് തന്ത്രി കണ്ഠര് മഹേഷ് മോഹനർ തിടപ്പള്ളിയിൽ കാർത്തിക ദീപം തെളിയിച്ചതോടെ സന്നിധാനത്തെ എല്ലാ ദേവീദേവന്മാരുടെയും പ്രതിഷ്ഠയ്ക്ക് മുൻപിലും ദീപങ്ങൾ തെളിയിച്ചു. തുടർന്ന് മാളികപ്പുറത്ത് വിശേഷാൽ ദീപാരാധന നടത്തുകയും ചെയ്തു. മൂലമറ്റം പവർ ഹൌസിലെ അറ്റകുറ്റപ്പണികൾ പൂർത്തിയായി. നിശ്ചയിച്ചതിനേക്കാൾ 7 ദിവസം മുൻപാണ് ജോലികൾ പൂർത്തിയായത്. ഇന്നു മുതൽ ജനറേറ്ററുകളുടെ ട്രയൽ റണ്ണും വൈദ്യുതി ഉൽപാദനവും പുനരാരംഭിക്കുന്നതിനാൽ പവർ ഹൌസിൽ നിന്നുള്ള വെള്ളം കനാലിലൂടെ ഏത് സമയത്തും പുറത്തേക്ക് ഒഴുക്കുമെന്ന് KSEB അറിയിച്ചു. ജലവിതാനം ക്രമീകരിക്കുന്നതിനായി മലങ്കര ഡാമിന്റെ ജലവും പുറത്തേക്കൊഴുക്കും. തൊടുപുഴ, മൂവാറ്റുപുഴ ആറുകളുടെ തീരത്ത് താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണം. ട്രിവാൻഡ്രം ഫിസിയാട്രിസ്റ്റ് ക്ലബ്, IMA ചിറയൻകീഴ്, IAPMR കേരള ചാപ്റ്റർ, കിംസ് ഹെൽത്ത് എന്നിവരുടെ നേതൃത്വത്തിൽ ഭിന്നശേഷി കുട്ടികൾക്കായി സ്പോർട്സ് മീറ്റ് സംഘടിപ്പിച്ചു. സമഗ്ര ശിക്ഷ കേരളയുടെ മേൽനോട്ടത്തിൽ 200-ൽ പരം കുട്ടികൾ വ്യത്യസ്ത കായിക ഇനങ്ങളിൽ മാറ്റുരച്ചു. സമൂഹ പുരോഗതിക്ക് ഭിന്നശേഷി സൗഹൃദ സമൂഹം വളർത്തിയെടുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സ്പോർട്സ് മീറ്റ് സംഘടിപ്പിച്ചത്. സയ്യിദ് മുഷ്താഖ് അലി 2020 ടൂർണമെന്റിൽ മുംബൈക്കെതിരെ കേരളത്തിന് 15 റൺസ് വിജയം. ആദ്യം ബാറ്റ് ചെയ്ത കേരളം 20 ഓവറിൽ 5 വിക്കറ്റ് നഷ്ടത്തിൽ 178 റൺസ് എടുത്തു. മറുപടി ബാറ്റിംഗിന് ഇറങ്ങിയ മുംബൈ 19.4 ഓവറിൽ 163 റൺസിന് പുറത്താകുകയായിരുന്നു. NM ഷറഫുദ്ദീന്റെ ഓൾറൗണ്ട് മികവും KM ആസിഫിന്റെ ഉജ്ജ്വല ബൌളിംഗുമാണ് കേരളത്തിന് വിജയം ഒരുക്കിയത്. സൂപ്പർ ലീഗ് കേരള ഫുട്ബോളിൽ ഇന്ന് മലപ്പുറം FC ഫോഴ്സ കൊച്ചിയെ നേരിടും. മഞ്ചേരി പയ്യനാട് സ്റ്റേഡിയത്തിൽ രാത്രി 7:30 മത്സരം. പോയിന്റ് പട്ടികയിൽ കൊച്ചി 6-മതും മലപ്പുറം 5-മതുമാണ്. ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ ഇടുക്കി, എറണാകുളം, തൃശൂർ, മലപ്പുറം, വയനാട് ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് പോകരുതെന്നാണ് മുന്നറിയിപ്പ്. പ്രധാന വാർത്തകൾ വീണ്ടും. ശീതകാല സമ്മേളനത്തിന്റെ 4ാം ദിവസത്തെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി. പാർലമെന്റിന്റെ ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. സെൻട്രൽ എക്സൈസ് ഭേദഗതി ബിൽ പാർലമെന്റ് പാസാക്കി. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ 2 ദിവസത്തെ സന്ദർശനത്തിനായി അല്പസമയത്തിനകം ഇന്ത്യയിലെത്തും. തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള പ്രചാരണം സംസ്ഥാനത്ത് ഊർജിതമായി പുരോഗമിക്കുന്നു. പോളിംഗ് സാധനങ്ങളുടെ വിതരണം വോട്ടെടുപ്പിന്റെ തലേദിവസം രാവിലെ 9-ന് ആരംഭിക്കുമെന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ MLAയുടെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളി തിരുവനന്തപുരം ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് കോടതി. രാഹുലിനെ കോൺഗ്രസ് പുറത്താക്കി. കാർത്തിക ദീപപ്രഭയിൽ ശബരിമല സന്നിധാനം. സയ്യിദ് മുഷ്താഖ് അലി 2020 ടൂർണമെന്റിൽ മുംബൈക്കെതിരെ കേരളത്തിന് വിജയം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25-ന്.